സൂപ്പർ മാർക്കറ്റുകളിൽ ജീവനുള്ള ഫിഷുകളെ ലൈവായിട്ട് മുറിച്ച് വിൽക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റ്. അതുപോലെ തന്നെ റഷ്യയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഓരോ സാധനത്തിൻ്റെ, അതായത് എല്ലാ ഐറ്റംസും റഷ്യയിൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഐറ്റംസിൻ്റെ പ്രൈസ് അടക്കം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതായത് വലിയ ഹൈപ്പർ മാർക്കറ്റിന് ഇവിടെ ഗിപ്പർ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വലിയ ഹൈപ്പർ മാർക്കറ്റ്, റഷ്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ സാധനത്തിൻ്റെയും വിലയും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും നല്ലത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു വരിക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സാധനത്തിൻ്റെ വില എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഈ കൂട്ടിൽ അടിച്ചിരിക്കുന്ന ഫിഷുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ജീവനോടെയുള്ള ഫിഷുകളാണ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഫിഷുകളെ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നതാണ്. വലിയൊരു എക്സ്പെൻസീവ് ഒന്നുമില്ല. എന്നാൽ ഈ ഫിഷുകൾക്കൊക്കെ വളരെ ചീപ്പ് റേറ്റും ഇവിടെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫിഷിൻ്റെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഫിഷിൻ്റെയും മീറ്റ്, അതായത് ഇവിടെ ബീഫില്ല. അതായത് നമുക്ക് പോത്തിൻ്റെ ഇറച്ചി ഇവിടെ കിട്ടില്ല. പശുവിനാണ് അറുത്തിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. പശുവിൻ്റെ ഇറച്ചികളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പന്നി ഇറച്ചി, അതുപോലെ തന്നെ ഈ പന്നി ഇറച്ചിൻ്റെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പല രീതിയിലും ഇവിടെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ സോസേജ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടറികളിലേക്കാണ് പല ആൾക്കാരും ജോലിയൊക്കെ പോകുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ. ഈ അവിടെ നിന്ന് സോസേജ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ സോസേജാണ്. ഇതൊക്കെ മീറ്റാണ്. അതായത് മീറ്റും പന്നി ഇറച്ചിയും അതുപോലെ തന്നെ കോഴി ഇറച്ചിയും പിന്നെ അതുപോലെ തന്നെ പശുവിൻ്റെ ഇറച്ചിയൊക്കെ മിക്സായിട്ടുള്ള മീറ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പം പന്നിയിറച്ചി മാത്രമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കോഴിയിറച്ചി മാത്രമായിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ പശുവിൻ്റെ ഇറച്ചി മാത്രമായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സോസേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള നിങ്ങൾക്ക് മുസ്ലിങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിച്ചിട്ട് വാങ്ങാം. പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമുക്ക് വണ്ടിൻ്റെ സാധനങ്ങളുണ്ടല്ലോ, വണ്ടിക്ക് അടിക്കുന്ന സ്പ്രേകൾ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ഇവിടെ വളരെ എക്സ്പെൻസീവാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. 359 അതുപോലെ തന്നെ ഡ്രിമ്മർ ഐറ്റംസ് ഉണ്ട്. 2750 റുപ്യയാണ് ഒരു ഡ്രിമ്മറിന് വരുന്ന റേറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 2999 ഉണ്ട്, 4999 ഡ്രിമ്മർ ഉണ്ട്. നമുക്ക് ഷേവിങ് ഡ്രിം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇലക്ട്രോണിക് ഐറ്റംസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതുണ്ടോ, നമ്മുടെ മുടി സ്ട്രൈറ്റ് ആക്കുന്ന 1350 റുപ്യ, അത് കുറച്ച് ചീപ്പാണ്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചീപ്പാണ്. പിന്നെ നമ്മൾ ഇസ്തിരിപ്പെട്ടി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2999 റുപ്യക്കാണ് ഇസ്തിരിപ്പെട്ടിക്ക് വരുന്നത്. പിന്നെ റൂം ക്ലീൻ ചെയ്യുന്ന വാക്യൂം ക്ലീനറൊക്കെ ഉണ്ട്. 28,980 വരുന്നത്, അതിന് റേറ്റ് വരുന്നത്. അത് വളരെ എക്സ്പെൻസീവാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊക്കെ വാക്യൂം ക്ലീനർ തന്നെയാണ്. നമ്മൾ റൂം ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. സെയിം പ്രൈസിൽ തന്നെയാണ്. ഇത് പ്രൈസിൽ വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഓരോ സാധനത്തിനനുസരിച്ചിട്ടുള്ള അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പ്രൈസിൽ വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ വാക്യൂം ക്ലീനറും അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ ഐറ്റംസാണ്. അതിൻ്റെ പല തരത്തിലുള്ള ഓരോ വാക്യൂം ക്ലീനറാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ചൂടാക്കാനുള്ള, അതായത് എന്താ പറയുക, ഇവിടെ മിക്സിയൊക്കെ കാണുന്നത് 10,999 റുപ്യക്കാണ് വരുന്നത്. പിന്നെ 17,950 സാധനങ്ങളുണ്ട് മിക്സി ജാർ അടിക്കാനുള്ള. അതുപോലെ തന്നെ മിക്സി ഐറ്റംസ്, ജ്യൂസ് അടിക്കാനുള്ള ഐറ്റംസ്, അതിനുള്ള റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കുറച്ച് സ്പീഡായി പോയി വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. 13,900 വരുന്നത്, 17,950 ഒക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ മൊബൈലിൻ്റെ കേബിൾ ഐറ്റംസൊക്കെയാണ്. ഇപ്പോൾ മൊബൈൽ കേബിൾ ഐറ്റംസൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ റേറ്റ് വലിയ എക്സ്പെൻസീവായിട്ട് കാണുന്നില്ല. റേറ്റ് വരുന്നത് 629 റുപ്യൊക്കെയാണ് ഒരു കേബിളിൻ്റെ റേറ്റ് മാത്രം വരുന്നത്. അതിൻ്റെ പ്ലഗ് വരില്ല. എന്നാലും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നോർമൽ പ്രൈസാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ച് എക്സ്പെൻസീവ് ആയിരിക്കും മിക്കവാറും. കീബോർഡ് 1999, അതായത് 2000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു കീബോർഡിന്. പിന്നെ മൗസ് ഐറ്റംസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും, പിന്നെ അതുപോലെ സ്പീക്കർ ബോക്സുകൾ ഐറ്റംസ് ഉണ്ട്. ബോക്സിനൊക്കെ 4,599 ഒക്കെയാണ് വരുന്നത്. പിന്നെ കേബിളിൽ വരുന്നത് 899 ആ റേറ്റിലൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിവിടെ വേറെ കുറേ ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ബൾബ്, ട്യൂബ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലുള്ള ട്യൂബ് ഐറ്റംസൊക്കെ അവിടെ കാണാൻ പറ്റും. അതിനൊക്കെ എക്സ്പെൻസീവ്, അത്യാവശ്യം 300-400 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് ട്യൂബ് ഐറ്റംസൊക്കെ. അതുപോലെ പ്ലഗ് ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മളെ പ്ലഗിനൊക്കെ റേറ്റ് വരുന്നത് 849 റുപ്യക്കാണ് ഒരു പ്ലഗിന് വരുന്നത്.
ഏകദേശം നമ്മുടെ നാട്ടിലത്തെ റേറ്റ് ആണ്. ഇത് നമുക്ക് ഈ പെറ്റ്സ് ഉള്ളവർക്കൊക്കെയുള്ള പെറ്റ്സിനുള്ള ഐറ്റംസാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിനൊക്കെ റേറ്റ് നിങ്ങൾക്ക് പെറ്റ്സിൻ്റെ ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ സ്ഥിര പൈസ ഉള്ളൂ. 19 രൂപ, 19 റൂബിൾ. നമ്മുടെ നാട്ടിൽ 25 രൂപ, 18 രൂപ, ആ ഒരു റേറ്റ്. 18 റൂബിളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ആ റേറ്റ് നമ്മുടെ നാട്ടിലെ റേറ്റ് തന്നെയാണ് വരുന്നത്. ഏകദേശം വലിയ എക്സ്പെൻസീവ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ പെറ്റ്സിൻ്റെ ഐറ്റംസാണ്. പെറ്റ്സിൻ്റെ ഇത് ഒരു പെറ്റ്സിൻ്റെ സെക്ഷൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കള്ള് കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സുവർണാവസരമാണ്. കാരണം വെച്ചാൽ ഇവിടെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കള്ളുകളുണ്ട്. 1199 റുപ്യൻ്റെ ഉണ്ട്, 699 റുപ്യൻ്റെ ഉണ്ട്, 429 റുപ്യൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ഒരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കള്ള ഐറ്റംസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ വളരെ ചീപ്പായിട്ട് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു സംഭവമാണ് റഷ്യയിൽ ഈ മദ്യത്തിന് വളരെ ചീപ്പായിട്ടാണ് റേറ്റ് വരുന്നത്. ഇതിപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കള്ളുകളായിക്കൊണ്ടാണ് എക്സ്പെൻസീവ് കൂടുതൽ. റഷ്യൻ്റെ 2999 റുപ്യ ഉണ്ട്. റഷ്യൻ്റെ ട്രഡീഷണൽ വോഡ്ക്കയ്ക്കാണിത്. അതിനൊക്കെ അത്യാവശ്യം 2399 റുപ്യ ഉണ്ട്. അതൊക്കെ റഷ്യൻ്റെ ട്രഡീഷണൽ വോഡ്ക്ക ആയിക്കൊണ്ട് അവരെ സാധനങ്ങളായിക്കൊണ്ട് 1649 റുപ്യ ഉണ്ട്. ഇതൊക്കെ റഷ്യൻ്റെ പല വിധത്തിലുള്ള വോഡ്ക്കയാണ്. അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി നോക്കിയാൽ റേറ്റ് 1100 വരുന്നുണ്ട്. ഇത് വൈനാണ്, വൈൻ ഐറ്റംസാണ്. വൈൻ 1100 വരുന്നുണ്ട്. പിന്നെ വൈനൊക്കെ വലിയ എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോർമൽ റേറ്റ് തന്നെ, നമ്മുടെ നാട്ടിലെ പ്രൈസ് തന്നെയാണ്. 939 റുപ്യൻ്റെ വൈനുകളുണ്ട്. പിന്നെ ആൽക്കഹോളിൻ്റെ അളവനുസരിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് വരിക. അപ്പോൾ നല്ല ആൽക്കഹോളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മളെ നാട്ടിലുള്ള ഫ്രൂട്ടി പോലത്തുള്ള ഐറ്റംസ്, നമ്മൾ ഫ്രൂട്ടി അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ എസൻസ് ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ മാംഗോൻ്റെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എസൻസ് ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഐറ്റംസാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ കുറച്ച് സ്പീഡായതുകൊണ്ട് റേറ്റ് കറക്റ്റ് ആയിട്ടില്ല. അതിൻ്റെ റേറ്റ് വരുന്നത് വെച്ചാൽ അത്ര വരുന്നുള്ളൂ, ഒരു 400 രൂപ 300 രൂപ ഒക്കെ വരുന്നുള്ളൂ. നമുക്ക് എനർജി ഡ്രിങ്ക്സ് ആണ്. എനർജി ഡ്രിങ്ക് 299 റുപ്യ, 300 രൂപ, 400, ആ റേഞ്ചിലൊക്കെയാണ് എനർജി ഡ്രിങ്കിൻ്റെ റേറ്റ് വരുന്നത്. എനർജി ഡ്രിങ്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് വാങ്ങാൻ പറ്റില്ല. 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ റഷ്യയിൽ ലീഗലായിട്ട് എനർജി ഡ്രിങ്ക് വിൽക്കാൻ പറ്റുള്ളൂ. അതായത് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനർജി ഡ്രിങ്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ നമുക്കിവിടെ കള്ളിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോവാം. ഇവിടെ ബഡ്വൈസറൊക്കെ ഉണ്ട്. ബഡ്വൈസറിനൊക്കെ റേറ്റ് വരുന്നത് 89 രൂപ, 99 രൂപ. കണ്ടോ, വളരെ ചീപ്പ് റേറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് മദ്യം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വലിയൊരു എന്താ പറയുക, ഹാപ്പി ന്യൂസാണ്. ഇവിടെ റഷ്യയിൽ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി മദ്യം കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സുവർണാവസരമാണ്. ഇങ്ങനെ മദ്യത്തിന് മാത്രമേ റേറ്റ് കുറവുള്ളൂ കേട്ടോ. അപ്പോൾ സാധനത്തിനൊക്കെ റേറ്റ് വളരെ കൂടുതലാണ്. അത് നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാണണ്ട. പിന്നെ ടിഷ്യൂ ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണിത്. അത് പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷൂ ക്ലീനർ അങ്ങനെ എല്ലാ ഐറ്റംസൊക്കെയാണ്. ഷൂ ക്ലീൻ ചെയ്യുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചവിട്ടി, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചവിട്ടിൻ്റെ ഐറ്റംസാണ്. ചവിട്ടിക്കൊക്കെ 2500 വരുന്നുണ്ട്. പിന്നെ പ്ലേറ്റ്, മറ്റേ ബക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾക്കായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് ജാക്കറ്റ് ഐറ്റംസാണ്. അതായത് നമ്മളെ ഡ്രസ്സ് ഐറ്റംസ് 749 റുപ്യയാണ് ഈ ചെറിയൊരു ബനിയൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഇത്ര നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങാൻ നിൽക്കേണ്ട. ഇതിൻ്റേതായിട്ടുള്ള ഷോപ്പുണ്ട്. അതായത് ഇത് മാളിൽ വിൽക്കുന്ന വലിയ ഹൈപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന ഇതാണ്. അപ്പോൾ അതിൽ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ സെക്ഷനിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ജാക്കറ്റിൻ്റെ തന്നെ സെക്ഷനുണ്ട്. അതായത് പിന്നെ ഇതൊക്കെ ഉണ്ട്, ചെരുപ്പും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ചെരുപ്പിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ 200, 300 ആ റേഞ്ചിലൊക്കെയാണ് ചെരുപ്പ് വരുന്നത്. പിന്നെ ഷൂ കണ്ട് ഇങ്ങനെയുള്ള ഉണ്ട്. ഒരു ബോക്സിലായിട്ടിട്ട് ഇത് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. വലിയ എക്സ്പെൻസീവ് ആയിരിക്കില്ല ഈ സാധനങ്ങളൊന്നും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. കുറച്ച് നമുക്ക് ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് നോക്കാം. വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ നല്ല ക്ലയൻ്റ് ഉണ്ട്, ഇഷ്ടം പോലെ. ഇതിവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അവരൊക്കെ. അപ്പോൾ ഒരു 1000-ൻ്റെ മുകളിൽ സ്റ്റാഫുകൾ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് അത്രയും എക്സ്പെൻസീവ് ആണ്. ഇതിപ്പോൾ നമ്മളെ കുട്ടികൾ കളിക്കാനുള്ള 299 സാധനമുണ്ട്, 329 സാധനമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള എന്താ പറയുക ടോയ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ എല്ലാ ഇതിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. വലിയ എക്സ്പെൻസീവ് അല്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ എത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന 729 റുപ്യൊക്കെ ഉള്ളൂ. അടിപൊളി കാറാണ്. നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ പെറ്റ്സ്, അതായത് ഇതൊക്കെ നമ്മളെ കുട്ടികൾക്കുള്ള ടോയ്സ് ഐറ്റംസൊക്കെ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ ടോയ്സിൻ്റെ തന്നെയാണ്. പിന്നെ ഇപ്പം നമുക്ക് വറുത്ത സെക്ഷനിലേക്ക് പോവാം. ഇപ്പം ഞാൻ ടോയ്സ് കുറച്ച് കാണിക്കുക. ഇതൊക്കെയാണ് ടോയ്സ്. പിന്നെ ഇത് നമ്മൾ ഗ്ലാസ്, വീട്ടിലേക്കുള്ള ഗ്ലാസ് ഐറ്റംസ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ്. 479 റുപ്യാണ് ഒരു ഗ്ലാസിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ 890 ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഒരു പ്ലേറ്റിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ 319 രൂപ, 1400 രൂപേൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഓരോ ചെറിയ ഗ്ലാസ്സിനൊക്കെ ഇത്ര റേറ്റാണ്. അപ്പോൾ 249 രൂപേൻ്റെ ഗ്ലാസ് ഉണ്ട്, ചെറിയ ഗ്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഗ്ലാസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, പിന്നെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്ലാസ്, ചെറിയ റേറ്റിൻ്റെ ഗ്ലാസ് ഉണ്ട് കേട്ടോ. 95 റുപ്യൻ്റെ, 99 റുപ്യൻ്റെ ഗ്ലാസ്സിലുണ്ട്, 250 റുപ്യൻ്റെ ഗ്ലാസ്സിലുണ്ട്. ഗ്ലാസ് ഐറ്റംസ് നമ്മുടെ അവിടെ ചെറിയ ചീപ്പായിട്ടുള്ള ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ ക്വാളിറ്റി ഇതനുസരിച്ചിട്ട് പൈസ കൂടും. ഗ്ലാസിൻ്റെ അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അനുസരിച്ച് പൈസ കൂടും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 159 റുപ്യൻ്റെ മറ്റേ പ്ലേറ്റ് ഐറ്റംസ്. നമ്മളെ നാട്ടിൽ നിന്നെല്ലാം വാങ്ങാൻ പറ്റുന്ന സെയിം പ്രൈസ് തന്നെ. ചവിട്ടി തന്നെ, ചവിട്ടിപ്പൊക്കെ 399 റുപ്യ, 300 ആ റേറ്റിലേക്കാണ് വരുന്നത്. വലിയ പൈസ വരുന്നില്ല. 569 റുപ്യ, അപ്പോൾ ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ചവിട്ടിയായിട്ട് ഉപയോഗിക്കുന്ന ഇതിനൊക്കെ നോർമലി ഇതിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഐറ്റംസിലേക്ക് വരാം. ചോക്ലേറ്റ് ഐറ്റംസൊക്കെ ഇത് ഗ്രാമിനാണ് റേറ്റ് വരുന്നത്. 21 റുപ്യ, 22 റുപ്യനൊക്കെ ഗ്രാം ഇതിൻ്റെ പാക്കറ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള ബിസ്ക്കറ്റ് ഐറ്റംസ്. ബിസ്ക്കറ്റെല്ലാം നമ്മളെ പിന്നെ ബ്രെഡ് ഐറ്റംസ്, ക്ലിപ്പ് എന്ന് പറയും. ശരി, 59 റുപ്യാണ് ഈ ഒരു ഇതിന് വരുന്നത്. ഇത് നമുക്ക് സാധാരണ നോർമൽ യൂസായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഒരു ഷുഗറൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ ഷുഗറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ കൂടുതലും മൈദ ഉപയോഗിച്ചിട്ടാണ് ഇവർ കൂടുതലും ഈ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്. ഗ്യാസ്ട്രിക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീസ് ഐറ്റംസ് ആണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. ചീസിനൊക്കെ നമ്മൾ 1099 റുപ്യക്കാണ് ഒരു ചീസിൻ്റെ ഓരോന്നിൻ്റെ റേറ്റൊക്കെ വരുന്നത്. പിന്നെ ചില ചീസിനൊക്കെ ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഇതൊക്കെ ഗ്രാമിനനുസരിച്ചുള്ള റേറ്റാണ്. ഓരോ ചീസിൻ്റെ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ പീസാക്കിയിട്ട് കിട്ടുമ്പോൾ റേറ്റ് കുറയും. റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാം. അതിൻ്റെ കണ്ടോ, ഓരോ ഇതിന് ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കറിൽ 339 റുപ്യ, 340, 450 അങ്ങനെയാണ് ആ ചെറിയൊരു പീസിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഐറ്റംസ് കാണാൻ പറ്റും. വേറെ എല്ലാ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ കുറേ ഇത് തന്നെയാണ്, എന്താ പറയുക, ഈ ചോക്ലേറ്റ് ഐറ്റംസും അതുപോലെ തന്നെ ചീസ് ഐറ്റംസിൻ്റെ തന്നെ പലതരത്തിലുള്ള ഐറ്റംസൊക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് നമ്മളെ എഗ് ഐറ്റംസൊക്കെ കാണാൻ പറ്റും. എഗ്ഗിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റ് ഉണ്ടാവും. 162, 152. അപ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് റേറ്റ് കൂടും. അതിൽ റേറ്റിൽ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ മയോണീസ് ഉണ്ടല്ലോ, മയോണീസിൻ്റെ റേറ്റ് ഉണ്ടോ 39 എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. 39 ഗ്രാം, ഇതൊരു ചെറിയ ഗ്രാമിൻ്റെയൊക്കെ റേറ്റാണ്. ഇതിനൊക്കെ 400, 500 രൂപ വരും, 300 രൂപ വരും. ശരിക്കും റേറ്റ് വരുന്നത് 174, 300 ആ റേഞ്ചിലൊക്കെ വരും. നിങ്ങൾ ആ ഗ്രാമിൻ്റെ റേറ്റ് കണ്ടിട്ട് നോക്കണ്ട. ഇതൊക്കെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. മയോണീസിനൊക്കെ നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങുന്നതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ ഈ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതായത് നമ്മൾ യോഗാട്ട് അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അങ്ങനെ പല പല ഫ്ലേവർ ഉണ്ട്. അതായത് നമ്മളെ സ്ട്രോബെറി, ബ്ലൂബെറീൻ്റെ എല്ലാം യോഗാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സോസിൻ്റെ ഐറ്റംസ് തന്നെയാണ്. ഇവിടെ ഇപ്പം സോസ് ഐറ്റംസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം അത് വേറെ സെക്ഷനിൽ ഈ സോസ് ഐറ്റംസ് തന്നെ ഇവർ വെച്ചിട്ടുണ്ട്. സോസിൻ്റെ ഓരോരോ ഇപ്പോൾ സോസ് ഫാക്ടറിയിൽ തന്നെ, മീറ്റ് ഫാക്ടറി എന്നൊക്കെ പറയുന്നതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ മീറ്റ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ മീറ്റൊക്കെ നമ്മൾ വലിയ വെയർ ഹൗസിൽ നിന്ന് ഉണ്ടാക്കി ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യലാണ് ചെയ്യുക. അപ്പോൾ മീറ്റിൻ്റെ തന്നെ ഐറ്റംസ് നിങ്ങൾ കുറേ ഐറ്റംസ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഫ്രൂട്ട്സിലേക്ക് പോവാം. ഫ്രൂട്ട്സ് ഐറ്റംസ് നോക്കാം. ആപ്പിളിൻ്റെയൊക്കെ റേറ്റ് നോക്കാം. ആപ്പിളിനൊക്കെ 2000 സംതിങ് ഒക്കെ വരുന്നത്. ഓരോരോ ആപ്പിളിനനുസരിച്ചിട്ട് റേറ്റ് കൂടും. കാരണം ആപ്പിളിൻ്റെ നിറത്തിനും ഗുണത്തിനും അനുസരിച്ചുള്ള പ്രൈസാണ്. ഓരോ ആപ്പിളിനും ഡിഫറൻറ്റ് പ്രൈസാണ് വരുന്നത്. എല്ലാതരം ആപ്പിളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ആപ്പിളിനാണ് നമ്മളെ സവർ ജെല്ലി എന്ന് പറയും. ഇവിടെ 249 റുപ്യക്കാണ് കിലോക്കൊക്കെ റേറ്റ് വരുന്നത്. എക്സ്പെൻസീവാണ്. അപ്പോൾ 4 എണ്ണം വാങ്ങിച്ചാൽ തന്നെ. പിന്നെ മുന്തിരിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാതരം മുന്തിരി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ പറ്റും പലതരത്തിലുള്ള എന്താ പറയുക ആപ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആപ്പിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് റേറ്റ് കൂടും. 275 സംതിങ് ഉണ്ട്. അപ്പം ആപ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഈ കണ്ട നമ്മുടെ നാട്ടിലെ 2 രൂപ 5 രൂപയൊക്കെ കൊടുക്കണം. ലെമണിലൊക്കെ റേറ്റ് എന്നൊക്കെ ഒരു രക്ഷയില്ലാത്ത റേറ്റാണ്. കണ്ട ലെമണിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. എത്ര 169 റുപ്യക്കാണ് kg റേറ്റ് വരുന്നത്. 2-3 പീസ് എടുത്താൽ തന്നെ ഒരു 200-300 റുപ്യൻ്റെ അടുത്താവും. ഓറഞ്ച് ഐറ്റംസ് ഉണ്ട്.
പിന്നെ മാംഗോ ഉണ്ട്, മാംഗോ ഒക്കെ നല്ല പ്രൈസാണ്. പിന്നെ ഇതാ ഈ ചോപ്പ് ഐറ്റംസ് ഉണ്ടോ, അത് നമ്മൾ എന്തെന്ന് അതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഈ കറുത്ത ഐറ്റംസ് ഉണ്ടോ, അതിനൊന്നും പൈസ ഇല്ല കേട്ടോ. അതിന് വളരെ എക്സ്പെൻസീവ്, വളരെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. അത് നമുക്ക് ഷുഗർ ഉള്ള ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റംസ് ആണ്, നല്ലൊരു സംഭവമാണത്. പിന്നെ ഈ ഉണ്ടോ നമ്മുടെ പൊമഗ്രനേറ്റിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. കിവിക്ക് റേറ്റ് കുറവാണ് കേട്ടോ, വലിയ പൈസയൊന്നും വരുന്നില്ല. പിന്നെ കക്കിരി ഐറ്റംസ് ഉണ്ടോ, കക്കിരിക്കൊന്നും വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ, വലിയ വലിയ പൈസയൊന്നും വരുന്നില്ല. 259 റുപ്യ, അത് ഒരു 4-5 മകനിച്ച് നമുക്ക് ഒരു 50 റുപ്യ 60 റുപ്യ അടുത്തൊക്കെ വരത്തുള്ളൂ. പിന്നെ കക്കിരിൻ്റെ തന്നെ വെറൈറ്റി കക്കിരികളൊക്കെ ഉണ്ട്, അതിലെല്ലാം പൈസ കൂടും. അതിൽ കുറച്ച് ചെറിയ കക്കിരി വലിയ കക്കിരി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പൈസയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമുക്ക് തക്കാളി ഐറ്റംസിലേക്ക് പോകാം. തക്കാളി 320, തക്കാളിക്കൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് റേറ്റ് കണ്ടിട്ട് ഇതിൽ ചെറിയ പൈസ ഉള്ളൂ കേട്ടോ, തക്കാളിക്കെല്ലാം ചെറിയ പൈസ ഉള്ളൂ, വലിയ പൈസയൊന്നും ഇല്ല. അതിലിങ്ങനെ കിലോക്കുള്ള വലിയ ഇതായിട്ട് റേറ്റാണ്. അപ്പോൾ നമുക്ക് ഒരു 5-6 പീസൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ പൈസക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ്, വലിയ പൈസയൊന്നും ഇല്ല. 169 റുപ്യക്കേ ഉള്ളൂ കിലോക്കൊക്കെ. അപ്പോൾ നിങ്ങൾ പേടിക്കാനില്ല, തക്കാളി ഉള്ളിക്കൊന്നും പൈസയൊന്നും കുറവാണ്. പിന്നെ ഇങ്ങനെയുള്ള പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ സംഭവം കണ്ടോ. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാലഡ് ഐറ്റംസ്, സാലഡിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ചീപ്പാണ്, ചീപ്പ് റേറ്റ് തന്നെയാണ്. അപ്പോൾ സാലഡിൻ്റെ പല ഐറ്റംസും ഉണ്ട്. 169 ഒരു ബൊക്ക പോലെ ആക്കി വെച്ചിട്ടുണ്ടോ, അത് സാലഡാണ്. നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളെ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് സാലഡായിട്ട് ഈ കക്കിരി ഇതിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് സാലഡ് ഐറ്റംസൊക്കെ ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ കക്കിരി ഉണ്ട്, അതുപോലെ തന്നെ ചില്ലി ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ നമ്മളെന്താ പറയുക, ഇതിനെന്തോ പറയാനുണ്ട്, എനിക്ക് മറന്നു, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നാട്ടിൽ വഴുതരങ്ങയോ അങ്ങനെ എന്തോ സംഭവമാണ് ഇത്. പിന്നെ കണ്ടോ നമ്മളിവിടെ ഈ മുളക് ഈ മുളകിൻ്റെ എന്താ പറയുക, ആ പേര് ഇപ്പം വരെ വായിലുണ്ടായിരുന്നു. 269 ഇതിൻ്റെ പല ഐറ്റം കളറുണ്ട്, കളറിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ കണ്ടോ കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതെങ്കിലും വലിയ പൈസയൊന്നുമില്ല, ചെറിയ പൈസക്ക് തന്നെ വാങ്ങാൻ പറ്റും. പിന്നെ ഇത് ഓരോരു ഈ മറ്റേ ഇതൊക്കെ നല്ല സൂപ്പിലൊക്കെ ഇടുന്ന ഐറ്റംസൊക്കെ ആണ്. ഇതൊക്കെ മുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവർ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പൈസ കൂടുതലാണ് കണ്ട 55, അത് ഗ്രാമിനുള്ള റേറ്റാണ് 55-60 റുപ്യ അല്ല. ഇത് ഒരു പാക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് 300-400 റുപ്യ ആവും. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ അങ്ങനെയുള്ള പല ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് വരുമ്പോൾ നമുക്കിവിടെ ഓരോ ഐറ്റംസ് പലതരത്തിലുള്ള ഡിഫറൻസ് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ പറയുക, ഇത് നമ്മൾ നട്ട്സ് ഐറ്റംസ് ആണ്. നട്ട്സിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നട്ട്സ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എല്ലാതരം നട്ട്സും ഇവിടെ കിട്ടും. പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യാത്ത ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷുഗർ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബിസാഹറ, അതായത് ഷുഗർ ഉള്ളവർക്കുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിലൊന്നും ഷുഗർ ഉണ്ടാവില്ല. ഈ നട്ട്സ് കാര്യങ്ങളിലെല്ലാം കണ്ടോ നമ്മളെ പ്രോട്ടീനൊക്കെ നമ്മൾ നല്ല യൂസ് ചെയ്യാൻ പറ്റിയ കടലകളൊക്കെ ഉണ്ട്, നല്ല കടലകളൊക്കെയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങാറുള്ളതാണ് ഈ കടലകളൊക്കെ. നമ്മൾ പ്രോട്ടീന് വേണ്ടി നല്ലൊരു സംഭവമാണ് ഈ കടലയും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ. പിന്നെ അതുപോലെ തന്നെ അതിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്, പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ഉണ്ട്, മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസിനുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. കണ്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് കട്ട്ലറ്റ് ഐറ്റംസ് ആണ്, കുറേ കട്ട്ലറ്റ് ഐറ്റംസ് ഇവിടെ കാണാം. നമുക്കിത് ഒരു പണിയുമില്ല, ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഒരു എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. കണ്ടോ ഇതൊക്കെ കട്ട്ലറ്റ് ഐറ്റംസ് ആണ്, പലതരത്തിലുള്ള കട്ട്ലറ്റ് ഐറ്റംസും കാണാൻ. ഫിഷും ഉണ്ട്, അതുപോലെ ഫിഷ് കട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. സീ ഫുഡെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇതൊക്കെ ഓൾറെഡി ഐസിലിട്ടിട്ടുള്ളതാണ്. വേണമെങ്കിൽ ഉപ്പും മുളകും ഇതെല്ലാം കുഴച്ചിട്ട് ആക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ, വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഇതന്നെ ഈ കിഫീർ എന്നെല്ലാം പറയും, അതായത് നമ്മൾ ഈ കേട് ഐറ്റംസ് ഇല്ലേ, നമ്മളെ നാട്ടിലെ കേട്, തൈര്, അങ്ങനെയുള്ള തൈര്, പിന്നെ പാൽ ഐറ്റംസ്, അതൊക്കെയാണ് മൊലാക്കോ എന്ന് പറയും പാലിനെ, തേരിനെ കെഫീർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. തേരും പാലും അങ്ങനെയുള്ള എല്ലാം ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടുന്ന് അതെല്ലാം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. കാരണം ഇത് വലിയ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ, ചെറുതൊന്നുമല്ല, അത് ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റാണ്. 3 തട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ഇത് 2 തട്ടിൻ്റെ വീഡിയോ എടുത്തില്ല, എനിക്ക് എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ 2 വീഡിയോ. പിന്നെ കോക്കനറ്റ്, നമ്മൾ തേങ്ങാപ്പാലും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം കണ്ടോ തേങ്ങാപ്പാൽ, പിന്നെ ബദാം മിൽക്ക്, അങ്ങനെയുള്ള എല്ലാ ഐറ്റം ഇതിൽ നിന്ന് ഷുഗറൊന്നും ആഡ് ചെയ്യാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം, ചെറിയ പൈസയും വലിയ പൈസയും വരുന്നില്ല. ചില ഐറ്റംസിന് മാത്രമേ പൈസ നല്ല എക്സ്പെൻസീവായിട്ട് വരുന്നില്ലോ.
പിന്നെ ഇത് കണ്ടു, ഇതിന് യോഗാട്ടിൻ്റെ പല സെക്ഷനാണ്. യോഗാട്ടിൻ്റെ പല ഫ്ലേവർ ഉണ്ട്. സ്ട്രോബെറി ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പലതരത്തിലുള്ള യോഗാട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. കെഫീർ, അതേപോലെ തന്നെ തേയില, അങ്ങനെ ആയിട്ട് നമ്മളെ അരിയുണ്ട്, നമ്മുടെ നാട്ടിലത്തെ അരികളാണ്. അരി വലിയ ടേസ്റ്റൊന്നും ഇല്ല, അരി ചില അരികൾക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 146, 116 ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ. ഇതുണ്ട് ഇപ്പോൾ പിന്നെ 179 വരുന്നുണ്ട്. 99 റുപ്യൻ്റെ അരിയുണ്ട്. 99 റുപ്യൻ്റെ അരിയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. നല്ല അരിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് കഴിക്കാവുന്ന, അത്യാവശ്യം വലിയ ഒരു എക്സ്പെൻസീവും അല്ല, നല്ല ഐറ്റം, നല്ല കഴിക്കാൻ പറ്റുന്ന നല്ല അരിയാണ്. അത് നമുക്ക് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് ഇങ്ങനെ ചീപ്പായിട്ട് പോയി. പിന്നെ ഗ്രീച്ക എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ട്. പിന്നെ അരിൻ്റെ തന്നെ കണ്ട, പിന്നെ കുറേ 135 ഉണ്ട്, 199 ഉണ്ട്, 200 റുപ്യൻ്റെ അരിയുണ്ട്. അരിൻ്റെ തന്നെ കുറേ സെക്ഷൻ ഉണ്ട്. 188 അതിൻ്റെ തന്നെ കുറേ ഐറ്റം, കുറേ അരി. പിന്നെ ഗ്രീച്ക, അപ്പോൾ റഷ്യക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണ്, അവരുടെ ട്രഡീഷണൽ ഫുഡാണ് ഗ്രീച്ക എന്ന് പറയുന്നത്. ഗ്രീച്കക്ക് പൈസ കുറവാണ് കേട്ടോ. അത് നല്ല ഹെൽത്തി ഫുഡാണ്. എല്ലാ മിനറൽസും വിറ്റാമിൻസും ന്യൂട്രിയൻസും ഒക്കെ എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ് ഈ ഗ്രീച്ക. അതൊന്ന് കഴിച്ചു നോക്കണം. ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പാകം ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാൻ ഇത്ര സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബില്ല് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, 1 2 ഇതാ, നമ്മൾ ഈ സാധനം, പിന്നെ ആപ്പിൾ, പിന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളും വാങ്ങിച്ചു. 1799 രൂപ ബില്ല് വന്നു എനിക്ക്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഇത്രയും നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏകദേശം സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ നോക്കുക. ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ ഓരോ സാധനത്തിന് കേട്ടോ. പക്ഷേ ചീപ്പായിട്ടും കിട്ടുന്നുണ്ട്. ചില നമ്മുടെ നാട്ടിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഇവിടെ ചീപ്പായിട്ട് കിട്ടും. ഇവിടെ ചീപ്പായിട്ടുള്ള സാധനം നാട്ടിൽ എക്സ്പെൻസീവ് ആയിരിക്കും. അതാണ് ചെറിയൊരു വേരിയേഷൻ വരുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇത് റഷ്യ തന്നെ ഏറ്റവും വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഗീപ്പർ മാർക്കറ്റ് എന്നാണ് ഇവർ പറയുന്നത്. എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.